നമുക്ക് വല ഒത്തിരി നാളായി ഇത്തിരി വല ഇട്ടിട്ട്, വലിയ വല. നമുക്കിന്നൊന്ന് വലിയ വല ഇടാം. ഇത് 70 mm വലയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആറ്റിലൊഴുക്കുണ്ട്, അത് കാരണം ഒന്ന് നീട്ടിയിട്ട് വലിക്കാനേ ഒക്കത്തുള്ളൂ. മീൻ എന്തുമാത്രം കിട്ടുമെന്നൊന്നും അറിയാൻ മേല, ചെറിയ ഒഴുക്കേ ഉള്ളൂ. നമുക്ക് ഏതായാലും ഇന്ന് ഈ വലയൊക്കെ ഒന്ന് മാടി റെഡിയാക്കി ഒന്ന് വലവായിട്ടൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ മീൻ എന്തുമാത്രം കിട്ടും എന്നൊന്നും അറിയാൻ മേല. നേരത്തെ നമ്മൾ ഇട്ടിരുന്ന വലയാണ്, എന്നിട്ട് കൊണ്ടുവന്ന് അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉടക്കൊക്കെ ഒന്ന് തീർത്ത് നമുക്ക് വലയിടാം. ഇത് നമ്മൾ നേരത്തെ ഇട്ട വലയാണ്, സിലോപ്പിയൊക്കെ പിടിച്ച വലയാണ്. ഇത് അന്ന് ഇതെല്ലാം ചവിട്ടി താത്തെല്ലാം കീറിയതൊക്കെയാണ്. എന്നാലും നമ്മൾ വലിയ കീറൽ ഒന്നും കാണുന്നില്ല. ഏതായാലും നമുക്ക് ഈ വലയൊന്നും ഇടാം. 100 കണ്ണ് ഇറക്കമുണ്ട് ഈ വലയ്ക്ക്. അപ്പം ഇട്ടാൽ എന്തെങ്കിലും വലിയ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇടുന്നത്. ഇപ്പം നേരിയ ഷട്ടർ, എണ്ണ ഷട്ടർ ഇട്ടിരിക്കുന്നുണ്ട്, നേരിയ ഒഴുക്കുണ്ട്. ഒന്ന് ഇട്ട് നോക്കാം, നമുക്ക് അക്കരെ ഇക്കരെ ഒന്ന് ഇട്ട് നോക്കാം. മീന് എന്തുമാത്രം മീൻ കിട്ടും എന്ന് അറിയാൻ മേല. ഏതായാലും വല ഇന്ന് റെഡിയാക്കി ഒന്ന് ഇടുക. ഓക്കെ, വലയിട്ട് വലിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സന്ധ്യയായപ്പം വലയെല്ലാം മാടി റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പം ചെറിയ ഒഴുക്കാറ്റിലുണ്ടായിരുന്നു. അപ്പം സന്ധ്യയ്ക്ക് നമ്മൾ വലയിട്ടാൽ ഇതിപ്പോൾ അക്കരെ ഇക്കരെ നേരെ ആറിന് ക്രോസ് ചെയ്യുകയാണ്. ആ സമയത്ത് വലയിട്ട വള്ളവും ബോട്ടും ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ വലയിട്ടില്ല. ഇപ്പം നമ്മൾ വലയിടാൻ പോവുകയാണ്. ഇപ്പോൾ സമയം രാത്രി ഒരു 11:30 ആയി. ഇപ്പം നമുക്ക് പോയി ഒന്ന് വലയിടാം. എന്തുമാത്രം മീൻ കിട്ടും എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കാം. നേരെ പോയി വലയിടാൻ പോവാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കിഴക്കോട്ട് മാറിയാണ് വലയിടുന്നത്. ഇപ്പോഴും ഒഴുക്ക് കുറവൊന്നുമില്ല, നേരെ പടിഞ്ഞാട്ടാണ് ഒഴുക്ക്. അപ്പം വല ഉടക്കില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വേണം നമുക്ക് വലയിടാൻ. കാര്യം വല ഒഴുകി ഉടക്കിനി എന്ന് കയറരുത്. അപ്പോൾ നമ്മൾ ശകലം കുറച്ച് കിഴക്കോട്ട് മാറി ഇടാം. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ വലയൊന്ന് നനച്ചെടുക്കുക. കുറേ ദിവസമായില്ലേ, ഉണങ്ങിയിരിക്കുക വല. അപ്പോൾ നനച്ച് ക്ലിയർ ചെയ്തെടുത്താൽ ഉടക്കില്ലാതെ നമുക്ക് വലയിടാൻ സാധിക്കും. ഏതായാലും നമുക്ക് വലയിടാം. ഇവിടുന്നേ തുടങ്ങാം നമുക്ക്. എറമ്പിന്നേ തുടങ്ങാം. വലയ്ക്ക് നീളമുള്ള വലയാണ്. നമ്മൾ എറമ്പിന്ന് തന്നെ വലയിട്ട് തുടങ്ങാം. നമ്മൾ വലയെല്ലാം മാടി ക്ലിയർ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വല നമുക്ക് ഇടാൻ സാധിക്കും. നേരിയ വലയുണ്ട്, പോള പോകുന്നുണ്ടോ, ഇതുണ്ടോ, വലിയ കുഴപ്പമില്ല, നമുക്ക് വലയിടാം. പിന്നെ മീൻ കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നും പറയാനൊക്കത്തില്ല. ഏതായാലും നമ്മൾ വലയിടുക. ഇനിയിപ്പം വരാനുള്ള വള്ളമെന്ന് പറയുന്നത്, വലയ്ക്ക് അങ്ങോട്ട് പോയിരിക്കുന്ന വള്ളക്കാർ കിഴക്കോട്ട് തിരിച്ച് പോകുന്ന വള്ളമേ വരാനുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ ദൂരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴേക്കും നമുക്ക് വല വലിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇല്ലേ അവരോട് ടോർച്ചടിച്ച് അവരെ നിർത്തി നമ്മുടെ വല കഴിഞ്ഞ് എഞ്ചിനോടിച്ച് പോകാൻ പറയാം. അങ്ങനെയൊക്കെയാണ് ഇപ്പം സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അല്ല ഇതുപോലെ അങ്ങോട്ട് ഇടാം. അക്കരെ ചെന്ന് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അക്കരെ നിന്ന് തുടങ്ങി ഇക്കരെ ഇറമ്പി വന്ന്, അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, വലയ്ക്ക് നീളക്കൂടുതലുണ്ട്. അതുകൊണ്ട് ഇക്കരെ ഇറമ്പി വരുമെന്ന് നമ്മളെ വല മൊത്തം ഇട്ട് നേരെ വന്നിട്ട് കുറച്ച് വളച്ചാണ് ഇട്ടിരിക്കുന്നത്. വല കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് നേരെ തന്നെ ഇക്കരെ വന്ന് എടുക്കാൻ സാധിച്ചില്ല. കുറച്ച് വല വളച്ചു ഇട്ടിരിക്കുകയാണ്.
അതായത് ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും കടവിലൂടെ ഒരു കടവുണ്ട്, ആ കടവിൽ നമുക്ക് ഇരിക്കാം. വെള്ളം വല്ലതും വരുന്നുണ്ടോ, ബോട്ട് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒഴുക്ക് കണ്ടാനും വല ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വലിക്കും, ഇല്ലെങ്കിൽ കുറച്ച് താമസിച്ച് നമ്മൾ വല വലിച്ചെടുക്കും. ഇപ്പം നമുക്ക് ഈ കടവിലോട്ട് കയറിയിരിക്കാം. നമ്മൾ വീടിൻ്റെ കുറച്ച് അകലെയോട്ട് വന്നാണ് വല ഇട്ടിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ തന്നെ കയറി ഇരിക്കായിരുന്നു. ഏതായാലും നമുക്ക് ഈ കടവിലിരിക്കാം. ഇനി വല എങ്ങനെ ആകും, മീൻ എന്തുമാത്രം കിട്ടും എന്നൊക്കെ നോക്കാം. നമ്മൾ വലയിട്ടിട്ട് കുറേയേറെ സമയമായി വിശ്രമിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിനി ഒന്ന് വല വലിച്ച് നോക്കാം. ആറ്റിൽ ചെറിയ ഒഴുക്കുണ്ട്, അതുകൊണ്ടുള്ളൊരു വിഷയമേ ഉള്ളൂ. ഏതായാലും നമുക്ക് പോയി ഒന്ന് വലിച്ച് നോക്കാം. നമ്മൾ വലയും കൂടി വലിക്കാൻ പോവുകയാണ്. കൊതുകിൻ്റെ വലിയ ശല്യമാണ്, നല്ല മഞ്ഞുമുണ്ട്. കൊതുകിൻ്റെ ശല്യത്തിന് നമ്മൾ കൊതുകരി കത്തിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് വലയൊന്ന് വലിച്ചു നോക്കാം. വലയിൽ മീൻ എന്തുമാത്രം ഉണ്ട്, മീൻ വല്ലതും ഉണ്ടോ അത് നോക്കാം. നമുക്ക് സമയം നമ്മൾ വലയിട്ടതല്ലേ. നമ്മൾ 11:30-ക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഇപ്പം ഏതാണ്ട് 1 മണി ആയി. എത്ര സമയം നമ്മൾ വല വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. പോളയുണ്ട്, പോള ഒഴുകി വന്ന് വല കയറുന്നുണ്ട്. മീനുണ്ട്. ചൂളിയ. നമ്മൾ 2024 വലയിട്ടിട്ട് ആദ്യം കിട്ടുന്ന മീനാണ്. ചൂളിയാണ് നമുക്ക് ഇത്തവണ ആദ്യം കിട്ടുന്നത്. നോക്കാം വലയ്ക്കകത്ത് മീനുണ്ടോ, ഇനിയും മീൻ കിട്ടുമോ. ചെറിയ ഒഴുക്കുണ്ട്, അത് കാരണം വല നേരെ നിൽക്കത്തില്ല. ഇതിപ്പം വല ചെറുതായിട്ടും കൊണ്ട് ഉടക്കിയിരിക്കുക. ഏതായാലും ഈ ഒഴുക്ക് കുറവായതുകൊണ്ട് വലിയ കണ്ടമാനം കയറി ഉടക്കുകയില്ല. ഉടക്കിയിരിക്കുക, ഉടക്കുമായിട്ടാണ് ഈ വരുന്നത്. അയ്യോ, അതൊരു വലിയ ഇഷ്ടിക ഇതുണ്ടോ. ഒരു ഇഷ്ടികയാണ് ഉടക്കി വന്നത്. ഉണ്ടോ? അടുത്തതും തൂളിയ. വേണ്ട, അല്ല നമ്മൾ വിചാരിച്ച പോലല്ല, ഒരുവിധം ന്യായമായി ഒഴുക്കുക. ചെറിയ ഉടക്കുണ്ട്. നമ്മളിപ്പോൾ കൈയോടെ അത് എടുത്തു കളഞ്ഞാൽ പിന്നീട് അതൊരു ശല്യമാകത്തില്ല. വീണ്ടും ഒരു തുള്ളിയുടെ കിട്ടി നമുക്ക്. വല വലിച്ച് തീർന്നു നമ്മുടെ. ഇനി നമ്മൾ വല ഇങ്ങനെ ഇടുന്നില്ല, സൈഡിലെവിടെയെങ്കിലും ഇടുകയാണ്. ഈ ഒഴുക്കുള്ളതും കൊണ്ടാണ് നമുക്ക് മീൻ കുറവ് കിട്ടുന്നത്. സൈഡിലില്ല, അതാണ് നല്ലത് എന്ന് വിചാരിക്കുക. നമുക്കിത് ഇവിടെ ഒരു കാടുണ്ട്, ആ കാടിൻ്റെ സൈഡിൽ പോയി നോക്കാം. വലയൊന്നും അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ വല അവിടെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോകാം. രാവിലെ വലിച്ച് നോക്കാം. രാവിലെ വലിക്കുമ്പോൾ മീൻ വല്ലതും കാണുമോ ഇല്ലെന്നൊന്നും അറിയാൻ മേല. മീൻ കിട്ടും ആയിരിക്കും. ഏതായാലും നമുക്ക് വല അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ വല അവിടെ ഇട്ടിട്ട് പോകാം. ആറ്റിൽ നമുക്ക് ഇനി വല ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാര്യം ഒഴുക്കുണ്ട്.
ഒഴുക്കിന് വലയിട്ടാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മീൻ കിട്ടത്തില്ല. അപ്പോൾ നമുക്കങ്ങോട്ട് പോകാം. നമുക്ക് കിട്ടിയ മീനെ വലയിന്ന് എടുത്തിടാം. വലയിന്ന് എടുത്തിട്ട് നമുക്ക് ഈ വല ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാട്ടിൻ്റെ സൈഡിൽ വലയൊന്നും ഇല്ല. നമുക്ക് ഇവിടെ ഇട്ട് ഈ വലയൊന്നും ഇടാം. തൂളിയാണ് കിട്ടിയത്. ഉണ്ടോ? ഇത് 70 mm വലയാണ്. നമ്മൾ ആ കാടിൻ്റെ അവിടെ വലയിടാമെന്ന് വിചാരിച്ചാണ് ചെന്നത്. പക്ഷെ അവിടെ വല കിടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ അതൊക്കെ തന്നെ നമുക്ക് ഈ കുറ്റിയെന്ന് വലയും കൊണ്ടിടാം. അതുകൊണ്ടൊക്കെ നോക്കട്ടെ, കയറ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇവിടുന്ന് നമുക്ക് വല പടിഞ്ഞിട്ടിടാം. നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഇത്. നമ്മളീ വല കൊണ്ടിടുക. കഴിയുമ്പോൾ കാണിക്കാം. നമ്മളിവിടെ അരളിയുണ്ട്. അരളിയുടെ പുറത്തോടെ നമ്മളിങ്ങനെ ഇട്ടങ്ങോട്ട് പോവുകയാണ്. നമ്മൾ മുമ്പേ വല എടുത്തപ്പോൾ നമ്മൾ ഇതൊരു ഉടക്കും എല്ലാം എടുത്ത് മാറ്റിയത് കൊണ്ട് നമുക്കിപ്പം സുഖമായിട്ട് വലയിടാം. നമ്മളിനി ഈ വല രാവിലെ വലിക്കത്തുള്ളൂ. ഓക്കെ, വല നമ്മൾ ഈ സൈഡിൽ കൂടെ ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് രാവിലെ എടുക്കത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ നാട്ടിൽ ഒഴുക്കങ്ങനെ കുറഞ്ഞിട്ടില്ല, ചെറിയ ഒഴുക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ക്രോസ് ചെയ്ത് വല നമുക്ക് നീട്ടിയിടാനൊക്കത്തില്ല. ഉടക്കിലൊക്കെ വന്ന് കയറും. അതുകൊണ്ട് നമ്മൾ ആ ഒരു വല ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടിയ മീനാണ് ഈ 3 തൂളി. ഇനി നമ്മൾ ഈ വല രാവിലെ വലിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് രാവിലെ കാണാം. നമ്മൾ ഇന്നലെ വല ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു വല നമ്മൾ സൈഡിൽ ഇട്ടായിരുന്നല്ലോ. മീൻ കുറച്ച് കിട്ടിയത് കാരണം നമ്മൾ സൈഡിൽ ഒഴുക്കുമായത് കാരണം സൈഡിൽ ഇട്ടായിരുന്നു. നമുക്ക് ആ വലയൊന്ന് പോയി വലിച്ചു നോക്കാം. മീൻ വല്ലതും ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. പോവാം. നമ്മൾ ഇന്നലെ വല ഇട്ടിട്ട് വള്ളത്തിൽ നിന്ന് ഇതൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു. ഉണ്ടോ? ഇന്നലെ കിട്ടിയ ഇഷ്ടിയാണ്. ഇങ്ങരയ്ക്ക് പോട്ടെ. അല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. വല കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മൾ വല കെട്ടിയിരുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് വല അഴിക്കാം. വല ഉടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. മുഴുവൻ അഴുക്കാം. നമ്മുടെ പരിപാടി നടക്കത്തില്ല. വല ഇനി ഇടണമെങ്കിൽ ഈ ഉടക്കെല്ലാം കയറി വല പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുറ്റിയുണ്ട്. ആ കുറ്റിയിൽ ഉടക്കിയിരിക്കുക. ഭയങ്കര ഉടക്കം. വെള്ളമ്പക്കത്തിന് ഒഴുകി വന്ന് കിടക്കുന്നതാണ്. പോട്ടെ, ഏതായാലും നമ്മൾ വല ഇനിയും ക്ലിയർ ചെയ്യണം, അല്ലാതെ ഇടിയിൽ നടക്കത്തില്ല. ഇവിടെ അഴുക്കാം. ഈ ചെറിയ ഒഴുക്കുണ്ട്, അതാണ് ഈ വല ഇങ്ങനെ കയറി കൊടുക്കുന്നത്. ബോട്ട് വരുന്നുണ്ട്. ചെറിയ മഞ്ഞുണ്ട്,
അതാണ് അത്രയും ക്ലിയർ ആകാത്തത്. മീനൊന്നും ഇതിലായിട്ടും കിട്ടിയില്ല. അതിവിടെ ഒരു തൂളിയുണ്ട്. വേണ്ട ഉണ്ടോ? മുഴുത്ത തൂളിയ. നല്ല ഓളമുള്ള ബോട്ടാണ്. ഇത് കണ്ടോ? സാധാരണ ഇവര് നമ്മളെ കാണുമ്പം സ്ലോ ആക്കുന്നതാ. ഇപ്പം അവര് സ്ലോ ചെയ്യുന്നില്ല. ആർക്കും മനസ്സിലായി അല്ല, എപ്പോഴും ഇങ്ങനെ നമ്മളിപ്പം സ്ഥിരമായിട്ട് അവരെ ശല്യം ചെയ്യുകയാണെന്ന്. എന്തായാലും നല്ല ഓളമാണ്. നമുക്ക് ഈ ഓളം പോയി കഴിഞ്ഞിട്ട് വല വലിക്കാം. ചെറിയ ഓളമാണ്, കുഴപ്പമുള്ള ഓളം ഉണ്ടോ? അപ്പം ഓളം മാറി നമുക്ക് ഇനി വല വലിക്കാം. ഇനി മീൻ കിട്ടും എന്ന് തോന്നുന്നു. അതിലും നല്ല മുഴുത്ത തൂളിയാണ്. 70 mm കിട്ടുന്നതല്ലേ. 70 mm ആയി വില. കിട്ടുന്ന മീൻ വലിയ മീനേ കിട്ടത്തുള്ളൂ. എന്നാ രാജുവേ, എന്നാ പറയാ? രാജു ചെത്താൻ പോവുക, തെങ്ങി ചെത്താൻ പോവുക. ഇങ്ങനത്തെ വന്നേ ബാബുച്ചാനും വരുന്നുണ്ട്. വേണ്ടോ? അവർ രണ്ടുപേരും വരെ അടുത്തടുത്താ പോകുന്നത്. നമുക്ക് ഒരു തൂളെ ഇന്നിപ്പം കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ പുറകെ താറാവ് വരുന്നുണ്ട്. ഇവിടെ വാള തൂളി ഇതുണ്ടോ? വാള തൂളി. വാള ചത്തുപോയെന്ന് തോന്നുന്നു. അല്ല, വലിച്ചു തീർന്നു. അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ 2 തൂളിയും ഒരു വാളയും കിട്ടും. നമ്മുടെ പെട്ടയ്ക്ക് താറാവ് വരുന്നുണ്ടോ? ഉണ്ടോ? ഏതായാലും നമ്മള് വലയിട്ടതിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടി. 3 മീനെ ഇപ്പം കിട്ടിയുള്ളെങ്കിലും ഇന്നലെ വൈകിട്ട് നമുക്ക് 3 തൂളിയെ കിട്ടിയായിരുന്നു. ഇപ്പം നമുക്ക് വാള 2 തൂളി. നമ്മൾ വലയിട്ട വലിയ കുഴപ്പമില്ല. നേരെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് വീട്ടിൽ കടയിലോട്ട് എടുത്തിട്ട് ഈ മീൻ എടുക്കാം. നമുക്ക് ഈ തൂളി എടുക്കാം. ആകെ കുരുങ്ങി കിടക്കുക. ഇങ്ങനെ പോരും തോന്നുന്നു. വല വലുതായതും കൊണ്ട്, വലിയ കണ്ണിയായതും കൊണ്ട് ഇങ്ങനെ പോരും. താറാവ് വന്ന്, താറാവിന് ചെറിയ മീനുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കും. അതുകൊണ്ടാണത് നമ്മളിപ്പം ഈ വല എടുത്തിട്ട് വരുമ്പം അത് വരുന്നത്. ഇനി ഞങ്ങളുടെ ചെറിയ മീനൊന്നും ഇല്ല, തൂളിയേ ഉള്ളു. നമുക്ക് ഈ വാളയൊന്നെടുക്കാം. വാള വലയെ കിടന്ന് ചത്തുപോയായിരുന്നു. വാളയെ എടുത്ത് നമ്മൾ ചൂണ്ടായിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലയൊന്നും ഇട്ടില്ലായിരുന്നല്ലോ. വാളയൊന്നും കിട്ടാതിരിക്കുകയായിരുന്നു. അത്ര വലിയ വാളയൊന്നുമല്ല, എന്നാലും നമുക്ക് വാള കിട്ടിയില്ല. ഏതായാലും നമുക്ക് ഈ വലയൊന്ന് എടുത്ത് വെക്കാം. അതിൻ്റെ ഉടക്കൊക്കെ തീർക്കാനുണ്ട്. നമ്മൾ വീഡിയോ അതിൻ്റെ ആയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് നമ്മൾ വലയിട്ട് നമുക്ക് 3 തൂളിയെ കിട്ടി. ഇപ്പോഴും 3 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ നമ്മൾ വലയിട്ടപ്പോൾ മീൻ കിട്ടി. നമ്മളെ വീഡിയോ അതിൻ്റെ
ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. ഓക്കെ.